വിശാലമായൊരു മുറ്റമുള്ള വീടാണ് താങ്കൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഈ മനോഹര വീടിൻ്റെ വീഡിയോ താങ്കൾക്കുള്ളതാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് 500 മീറ്റർ മാത്രം അകലെയായി 5.5 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 2320 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ഗംഭീരമായ ഭവനം പണിതുയർത്തിയിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. 2018-19 കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3.5 മീറ്ററോളം വീതിയുള്ള റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ്. വീടിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കാർ പോർച്ചിൽ വലിയൊരു SUVയും വീടിന് മുൻഭാഗത്തെ മുറ്റത്തായി 3 മറ്റ് വലിയ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നതിനുള്ള വിശാലമായ സൗകര്യമാണ് നമ്മെ കാത്തിരിക്കുന്നത്. നല്ലൊരു കൊളോണിയൽ കണ്ടംപററി മിക്സിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. കുടിവെള്ള സ്രോതസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് 500 മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് 2.5 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 4 കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് 6 കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് 7 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിൽ നിന്ന് 9 കിലോമീറ്ററുമാണ് ഈ മനോഹരമായിട്ടുള്ള വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകിയാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ, ഹൗസ് പ്ലോട്ടുകൾ, ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റികൾ, ഇൻഡിപെൻഡൻറ്റ് ഹൗസുകൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി വണ്ടർഫുൾ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടുക. താങ്കളുടെ ഒരു വസ്തു പരസ്യ ചാർജുകൾ ഒന്നുമില്ലാതെ തന്നെ വിൽക്കുവാനും ഞങ്ങളുമായി ബന്ധപ്പെടാനാവുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം വലിപ്പമാർന്ന ഒരു ഗ്രാനൈറ്റ് പാകിയ സിറ്റൗട്ടാണ് വീടിന് മുൻഭാഗത്തായി നമുക്ക് ലഭിക്കുക. വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. മഹാഗണിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് നമുക്ക് ഈ വീട്ടിൽ എമ്പാടും കാണുവാനായി സാധിക്കുക. മനോഹരമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു TV യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിനെ അനുസ്മരിപ്പിക്കും വിധം വളരെ വിശാലമായ ഒരു ഹാളാണ് നമുക്കിവിടെ ഡൈനിങ് ഏരിയ സ്പേസായി ലഭിക്കുക. ഏകദേശം 25ഓളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് വിശാലമായിട്ടുള്ള ഈ ഭാഗം ഒരുക്കി നൽകിയിട്ടുള്ളതും. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഡൈനിങ് ഏരിയ റൂമിലും നമുക്ക് കാണുവാനായി കഴിയുക. ഡൈനിങ് ഏരിയ റൂമിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളതും. ഡൈനിങ് ഏരിയയുടെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായ രീതിയിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി വെച്ചിട്ടുണ്ട്. നമ്മളിനി അടുത്തതായി പരിചയപ്പെടുത്തുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഭംഗിയാർന്ന ക്രോക്കറി ഷെൽഫുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മൾട്ടിവുഡിൽ തീർത്ത സെപ്പറേഷൻ കടന്ന നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചണിലേക്കാണ്. കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും. ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി
കബോർഡുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ കിച്ചൺ. ഈ കിച്ചണിൽ തന്നെ ഒരു പുകയില്ലാത്ത അടുപ്പിൻ്റെ ഭാഗവും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി കിച്ചൺ വർക്ക് ഏരിയ സ്പേസിന് ആവശ്യമായ രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഭാഗത്തേക്കാണ്. അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. 16 അടി നീളവും 13.5 അടി വീതിയുമാണ് ഈ വലിയ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. ഭംഗിയാർന്ന തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും നമ്മെ കാത്തിരിക്കുന്നു. ഈ ബെഡ്റൂമിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും ഒരുക്കി നൽകിയിട്ടുണ്ട്. 3 പാളിയുടെയും 2 പാളിയുടെയും ഓരോ ജനാലകൾ വീതമാണ് ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത്. സെറ ബ്രാൻഡാണ് ഇവിടെ സാനിറ്ററി ഐറ്റംസായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഭംഗിയാർന്ന തരത്തിലുള്ള ടൈൽ പാറ്റേണുകൾ നൽകിയിട്ടുള്ള വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂമായി തന്നെ പരിഗണിക്കാവുന്ന 2ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 16 അടി നീളവും 13.5 അടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളത്. ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നമ്മെ കാത്തിരിക്കുന്നു. കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബിന് പിന്നിലായിട്ടാണ് ബാത്റൂം സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും. മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലായും സ്വീകരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത്. ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത്. ടഫ്ലൻ ഗ്ലാസുകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള രീതിയിൽ സംവിധാനിച്ച കൈവരികൾ പിടിച്ച നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. വലിയൊരു ഹാൾ തന്നെയാണ് നമുക്ക് സ്റ്റെയർ കയറി വരുമ്പോൾ കാണുവാൻ കഴിയുക. അപ്പർ ലിവിംഗ് ഏരിയ സ്പേസായി കണക്ക് കൂട്ടാവുന്ന ഈ ഭാഗത്ത് അതിവിശാലമായിട്ടുള്ള ഏരിയയാണ് വിട്ടു നൽകിയിട്ടുള്ളതും. നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിനോട് തൊട്ടുചേർന്ന് കിടക്കുന്ന അത്യാവശ്യം വലിയൊരു TV യൂണിറ്റ് ലഭ്യമാക്കിയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ്. ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകളും ഈ ഭാഗത്തായി നമ്മെ കാത്തിരിക്കുന്നു. ഇവിടെ നിന്നും അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തേതും വീടിൻ്റെ 3ാമത്തേതുമായ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. ഏകദേശം 16 അടി നീളവും 13.5 അടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളതും. കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും നമ്മെ കാത്തിരിക്കുന്നു. ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിലും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം പരിചയപ്പെടുവാനാണ് നമ്മളിനി അടുത്തതായി പോകുന്നത്. ഏകദേശം 16 അടി നീളവും 13.5 അടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളതും. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമായ ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും സ്ഥാപിച്ചിരിക്കുന്നു. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വില്ല പ്രൊജക്റ്റുകൾ ആവോളമുള്ള ഒരു ഭാഗത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഏരിയയിലേക്കുമാണ്. വളരെ വിശാലമായി തന്നെയാണ് ഈ വീടിൻ്റെ 2 ഭാഗങ്ങളും നൽകിയിട്ടുള്ളതും. 5.5 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 2320 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ അതിഗംഭീരമായ വീടിന് ഓണർ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. ഈ ഗംഭീരമായ ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി,
നമസ്കാരം.